മലയാളികളുടെ പ്രിയങ്കരനാണ് നടൻ ധ്യാൻ ശ്രീനിവാസൻ. നടൻ എന്നതിലുപരിയായി സംവിധായകനായും തിരക്കഥാകൃത്തായുമെല്ലാം ധ്യാൻ ശ്രീനിവാസൻ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. അച്ഛൻ ശ്രീനിവാസൻ്റെയും ചേട്ടൻ വിനീത് ശ്രീനിവാസൻ്റെയും പാതയിലൂടെയാണ് ധ്യാൻ സിനിമയിലെത്തുന്നത്. തുടക്കത്തിൽ അച്ഛൻ്റെയും ചേട്ടൻ്റെയും പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് ധ്യാൻ സ്വന്തമായി ഒരുപാട് ആരാധകരുള്ള ഒരു താരമാണ്. അഭിനയിച്ച സിനിമകളേക്കാൾ കൂടുതൽ തൻ്റെ ഓഫ് സ്ക്രീൻ വ്യക്തിത്വമാണ് ധ്യാൻ ആരാധകരെ നേടിക്കൊടുക്കുന്നത്. മറയില്ലാതെ തുറന്നു സംസാരിക്കുന്നതാണ് ധ്യാനിൻ്റെ ശീലം. അഭിമുഖങ്ങളിൽ രസകരമായി കഥകളും തമാശകളുമൊക്കെ പറയുന്ന ധ്യാനെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഉരുളയ്ക്കുപ്പേരി പോലെ കൗണ്ടറുകൾ കൊണ്ട് നിറയുന്ന, ആരെയും ചിരിപ്പിക്കുന്ന ജീവിത കഥകൾ പറയുന്ന ധ്യാൻ്റെ അഭിമുഖങ്ങൾ വൈറലായി മാറാറുണ്ട്. അഭിമുഖങ്ങളിലൂടെയാണ് ധ്യാൻ ആരാധകരെ നേടിയെടുക്കുന്നത്. ധ്യാൻ തന്നെ പറഞ്ഞത്, അഭിനയിക്കുന്ന സിനിമ നല്ലതല്ലെങ്കിലും നൽകുന്ന ഓരോ ഇൻ്റർവ്യൂവും രസകരമായിരിക്കും. അതുകൊണ്ട് തന്നെ ആരാധകർ ധ്യാനിനെ വിളിക്കുന്നത് ഇൻ്റർവ്യൂ സ്റ്റാർ എന്നാണ്. മറയില്ലാതെ സംസാരിക്കുന്നതാണ് ധ്യാനിൻ്റെ ശീലം. അച്ഛൻ ശ്രീനിവാസനെയും സഹോദരൻ വിനീതിനെയും സിനിമയിലെ മറ്റു സുഹൃത്തുക്കളെയുമൊക്കെ പരസ്യമായി തന്നെ വിമർശിക്കാനും ട്രോളാനും ധ്യാൻ മടിക്കാറില്ല. ഇപ്പോഴിതാ അച്ഛനെക്കുറിച്ച് ധ്യാൻ പറഞ്ഞ വാക്കുകൾ ചർച്ചയാവുകയാണ്. മാതൃഭൂമിയുടെ അക്ഷരോത്സവത്തിൽ പങ്കെടുക്കവേ സദസ്സിലുണ്ടായിരുന്ന ഒരാളുമായി ധ്യാൻ നടത്തിയ സംഭാഷണമാണ് ചർച്ചയാവുന്നത്. സദസ്സിൻ്റെ ചോദ്യങ്ങൾക്ക് ധ്യാൻ മറുപടി നൽകവെയാണ് ഒരു വൃദ്ധൻ ശ്രീനിവാസനെക്കുറിച്ച് സംസാരിക്കുന്നത്. ശ്രീനിവാസൻ എന്ന മഹാന്റെ മകൻ അല്ലെങ്കിൽ ധ്യാൻ ഇന്നിവിടെ ഇരിക്കില്ലെന്ന് അദ്ദേഹം പറയുന്നു. ഉടനെ അതെ, അത് വളരെ സത്യമാണ് എന്ന് ധ്യാൻ സമ്മതിക്കുന്നു. രണ്ടാമത്, ഈ ഹിപ്പോക്രൈറ്റ് റെസിലിയൻസ് എന്നെ 2 വാക്കുകൾ 3 തവണ എൻട്രൻസ് തോറ്റ ഒരാൾ പറഞ്ഞാൽ ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ ആകില്ലെന്നായി വൃത്തൻ. ഓഡിയൻസിനെ കയ്യിലെടുത്തതുകൊണ്ട് അവർ ഇടയ്ക്കിടെ കൈയടിച്ചു എന്നായിരുന്നു ധ്യാൻ്റെ കൗണ്ടർ. പിന്നാലെ സദസ്സിൽ കയ്യടി ഉയരുകയും ചെയ്തു. അവർ കൈയടിക്കും, അവർ അങ്ങനെയാണ്. ആദ്യം ശ്രീനിവാസനെ മനസ്സിലാക്കുക, എന്നിട്ട് വേണം അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്യാൻ. വിഷ്ഡം എന്നതിനെക്കുറിച്ച് ഷേക്സ്പിയർ പറഞ്ഞത് എന്താണ് എന്നറിയാമോ എന്നായി വൃദ്ധൻ. പിന്നാലെ ധ്യാൻ മറുപടിയുമായി എത്തുകയായിരുന്നു. ശ്രീനിവാസനെ മനസ്സിലാക്കാൻ ഈ ചേട്ടൻ പറയുന്നു, ശ്രീനിവാസനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് ഞാനാണ്, ചേട്ടനല്ല. എൻ്റെ അച്ഛനാണ് അദ്ദേഹം. ഞാൻ മനസ്സിലാക്കി അത്രയൊന്നും ശ്രീനിവാസനെക്കുറിച്ച് ചേട്ടൻ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അത് എന്തായാലും ഇല്ല. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഈ ലോകത്ത് എൻ്റെ അച്ഛൻ കഴിഞ്ഞിട്ടേ എനിക്ക് എന്തുമുള്ളൂ എന്നായിരുന്നു ധ്യാൻ പറഞ്ഞത്. അദ്ദേഹത്തെയാണ് എനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും അധികം ഇഷ്ടവും സ്നേഹവും. പിന്നെ നമ്മുടെ ഐഡിയോളജിയിലും അഭിപ്രായത്തിലും ഒക്കെ വ്യത്യാസങ്ങൾ വരും. അത് അച്ഛനായിക്കോട്ടെ മകനായിക്കോട്ടെ. പുള്ളി പറഞ്ഞ പല കാര്യങ്ങളോടും എനിക്ക് വിയോജിപ്പുണ്ട്. ഞാൻ അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പുള്ളിയും അങ്ങനെയാണ്. ഇത് പറഞ്ഞതുകൊണ്ട് ചേട്ടൻ ഇങ്ങനെ ചോദിച്ചില്ലേ? എൻ്റെ അച്ഛൻ അത് ചോദിക്കില്ല. അതാണ് ചേട്ടനും എൻ്റെ അച്ഛനും തമ്മിലുള്ള വ്യത്യാസമെന്നും ധ്യാൻ പറഞ്ഞു.